നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ നാടുകളിൽ ഇന്ന് നോമ്പിൻ്റെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നോമ്പ് തിരിച്ചറിവിൻ്റെ കാലം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 39 മുതൽ 49 വരെ കാണപ്പെടുന്ന തിരുവചന വേദഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഈ ധ്യാന ചിന്ത. ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൂടി തിരിച്ചറിവിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ ഈ വേദഭാഗത്തിൽ ചിന്തിക്കുന്നതിന് മുന്നായിട്ട് ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊള്ളട്ടെ. ഐൻസ്റ്റൈൻ എന്ന ബൈബിൾ പണ്ഡിതൻ ബൈബിൾ സത്യങ്ങളും വിവരണങ്ങളും എന്ന പുസ്തകത്തിൽ ഈ ഒരു കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിഷപ്പ് പോട്ടർ എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ ഒരു സുവിശേഷ പ്രചാരണാർത്ഥം അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒരു കപ്പൽ യാത്ര പുറപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ തൻ്റെ സഹയാത്രികനായിട്ട് വേറൊരാളിനും കൂടെ ഉണ്ടായിരുന്നു. താൻ ക്യാബിനിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ഭാവവും ഈ ബിഷപ്പിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം കണ്ട ഒരു കള്ളൻ്റെ ഒരു സ്വഭാവവും ഒരു തോന്നുന്ന ആളായിരുന്നു അദ്ദേഹം. ബിഷപ്പിൻ്റെ കയ്യിൽ ഏതാനും ചില സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്മാനങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആൾ മോഷ്ടിക്കുമോ എന്ന പേടിയോടുകൂടി ഈ ക്യാബിൻ്റെ സൂക്ഷിപ്പുകാരനായ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഈ എൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവിടെ എന്തെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. ആ ക്യാബിലെ ജീവനക്കാരൻ ഈ ബിഷപ്പിനോട് തിരിച്ചു പറയുകയുണ്ടായി, ഇതേ കാര്യം തന്നെ താങ്കളുടെ ക്യാബിനുള്ള ആളും എന്നോട് വന്ന് പറയുകയുണ്ടായി എന്ന്. ബിഷപ്പ് വളരെയധികം തന്നെ ചിന്താകുലനായി. ഒരു ആളിനെ കണ്ട ഉടനെ തന്നെ ഞാൻ കള്ളനെന്ന് വിധിയെഴുത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി ആ ഒരു കാര്യത്തെ മാറ്റിമറിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. നാം മറ്റുള്ളവരെ എന്തെന്നില്ലാതെ വിലയിരുത്തും. എന്നാൽ നമുക്കതിനുള്ള കഴിവോ പ്രാവീണ്യമോ ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കില്ല. ഇവിടെയും ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 39 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു കർത്താവ് ഇതേ ചിന്തയാണ് തൻ്റെ ശിഷ്യന്മാർക്കും പകർന്നു നൽകുന്നത്. അതിലെ 6-ാം അധ്യായം 41-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, എന്നാൽ നീ സഹോദരൻ്റെ കണ്ണിൻ്റെ കരട് നോക്കുകയും സ്വന്തം കണ്ണിൻ്റെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്നാണ്. അപ്പോൾ ഒരു കുരുടൻ മറ്റുള്ള ഒരു കുരുടനെ എങ്ങനെ എപ്രകാരം വഴി നടത്തും? ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. നല്ല ഫലം പ്രകടിപ്പിക്കുന്ന നല്ല വൃക്ഷങ്ങളായി തീരുവാനും പാറമേൽ പണിത ബുദ്ധിമാനായ മനുഷ്യനെ പോലെ ആയിത്തീരുവാനും ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിനെ തിരിച്ചറിവുകളിൽ നല്ലൊരു ഫലം കായ്ക്കുവാൻ വേണ്ടിയിട്ട് സർവശക്തനായ ദൈവം ഈ ധ്യാന ചിന്തയിലൂടെ ആത്മാർത്ഥമായി സഹായിക്കട്ടെ.